അമ്മയെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു കൈനീട്ടം ഇല്ലേ. മുല്ലപ്പൂ കാണുമ്പോൾ തന്നെ സന്തോഷമല്ലേ? അതെ, വെള്ളക്കളർ വേണ്ട വേണ്ട വേണ്ട. 13 കൊച്ചുമക്കളും 7 ചെറുമക്കളുമായി. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയതായിരുന്നു. എന്നിട്ട് ഇനി റംസാനെ വരുന്നോണെന്ന് പറഞ്ഞൊക്കെ പോയത്. പക്ഷേ എങ്കിൽ 3 നാൾ, അതെ, വിഷുവിന് അവർക്ക് അവധി കിട്ടിയതുകൊണ്ട് 3 പേരും വന്നിട്ടുണ്ട്. സുബിന് ശനി ഞായറൊക്കെ അവധിയാണല്ലോ അല്ലേ. അപ്പം മെറിനാണ് അവധി പ്രശ്നം. അപ്പം മെറിന് എന്തായാലും അവധിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വിഷുവിന് എത്തിയതാണ്. അപ്പം കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ ഓർമ്മയൊക്കെ ആയിരുന്നു. അപ്പം ഇവരെ 2 പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കാർക്കും പോകാൻ പറ്റിയില്ല, 3 പേർക്കും പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ചയായിരുന്നല്ലോ. അപ്പം എന്തായാലും നമുക്ക് വിഷുവിന് വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് വരാം. എന്താ അപ്പം നമുക്ക് പോയാലോ? അങ്ങനെ മമ്മിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് കുടിച്ചൊക്കെ പോണേ. വയലൊക്കെ ഉണ്ട്, നല്ല രസമാണ് ഇവിടെ താഴോട്ടൊക്കെ കാണാനായിട്ട്. ഭയങ്കര അല്ലേ. പണ്ട് ഞങ്ങൾ നടന്ന് ഓടി ഓടി പോയ സ്ഥലമാണ്. ഇഷ്ടംപോലെ വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടെത്തി. ഏറ്റവും അടിപൊളി മണമുള്ള ഒരു സമയം മുല്ലപ്പൂ അല്ലേ. ഇവിടെ ഞങ്ങൾ കയറി വരുമ്പോ ആദ്യം ശ്രദ്ധിച്ചു നിരയിലും ആ മുല്ലപ്പൂ ഇങ്ങനെ നിൽക്കാണ്. അവിടെയും ഉണ്ട്, അപ്പുറത്തെ സൈഡിലും നല്ലതായിട്ട് പിടിച്ച് നിൽപ്പുണ്ടല്ലേ. നല്ല മണമാണല്ലേ, നല്ല രസമുണ്ട്. മുല്ലപ്പൂ കാണുമ്പോൾ തന്നെ സന്തോഷമല്ലേ? അതെ, വെള്ളക്കളർ വേണ്ട വേണ്ട വേണ്ട. ചേട്ടാ, അങ്ങനെ നമ്മൾ അമ്മച്ചിയുടെ അടുത്ത് നമുക്ക് അമ്മച്ചിയെ കണ്ടിട്ട് വരാം. അതെ, അമ്മച്ചിയോടെ ധൃതി വയ്ക്കുന്നു. ഒന്നുമില്ലമ്മേ. മറന്നോ? ആ, നീ വന്നേ. ഞാൻ എപ്പോഴും തോന്നും പറയാം, അമ്മയെ ഒഴിവില്ല, വലിയ ബിസിയാ, വലിയ ബിസിയാ, വലിയ ജോലിയാന്നൊക്കെ പറഞ്ഞ. ലീവ് കിട്ടുന്നില്ല, ലീവ് ഇല്ലെന്നേ. പിന്നെന്താ ഉണ്ടാക്കളെ? സുഖം. എന്നാ വന്നേ? ഞങ്ങള് മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച രാത്രി അവധി ഉണ്ടായിരുന്ന ശനി അവധിയാ. വിഷുവിന്റെ അവധിയാ. അല്ല കൊച്ച് തൂത്തപ്പം പറഞ്ഞ എന്തോ റംസാൻ്റെ എന്നാ റംസാൻ അതൊക്കെ വരത്തോളന്ന് പറഞ്ഞ. അങ്ങനെ ആയിരുന്നു. ഇന്നലെ അവധി കിട്ടി, വിഷുവിന് അവധി ഇല്ലായിരുന്നു. വിഷുവിന്റെ അവധി ഉണ്ടായിരുന്നു. പിന്നെന്തോ ഉണ്ടാക്കളെ? എന്താ പറയുന്നത്, ജോലിയൊക്കെ കുഴപ്പമൊന്നുമില്ല. കള്ളിപ്പെണ്ണ് വല്ലതും നച്ചൊക്കെ തരും. എല്ലാം നല്ലതായിട്ട് വെക്കും. അവിടെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നിന്നില്ലെങ്കിലേ പിന്നെ കണ്ടെങ്കിലും പഠിക്കാൻ. അവിടെ എന്തോ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അമ്മയും പപ്പയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ കണ്ടോ? എന്താ പറയുക, ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു, ഇവിടെ വന്ന് കാണാന്ന് പറഞ്ഞു. തോനെയും പോണോ? കുറച്ച് അരമണിക്കൂർ ഇതുണ്ട്. അമ്മച്ചിക്ക് ഒരു ദിവസം മെട്രോയ്ക്കകത്ത് കൊണ്ടുപോകണേ. ഇപ്പം ചോദിച്ചതിൻ്റെ അടുത്തും മോൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാം. മെറിനുണ്ട്, സോജനുണ്ട്, എബിനുണ്ട്, എല്ലായിടും കയറി എറണാകുളം എല്ലാം ഒന്ന് കാണിച്ചൊക്കെ കൊണ്ടുവരും. മെട്രോയിലൊക്കെ ഒന്ന് കയറ്റി. അയ്യോ ജോയി ഇന്നാളെ പറഞ്ഞു എറണാകുളത്തുണ്ട്. മെട്രോ എന്ന് പറയുന്ന മക്കളല്ലേ, വലിയ നീളമൊന്നും ഇല്ലാത്തല്ലേ. അത് തന്നെ, പെട്ടെന്ന് അങ്ങ് ചെല്ലും. പെട്ടെന്ന് അങ്ങ് വിചാരിക്കുന്നത് അടുത്ത വണ്ടി ഇറങ്ങില്ല, എന്തോ വന്ദേ മാതരം. അവിടെ എല്ലാം അറിയുന്നുണ്ട്. അമ്മ പേപ്പറെല്ലാം അരിച്ചു കുണിച്ച് വായിച്ചുകൊണ്ടിരിക്കുക, ന്യൂസ്. അമ്മച്ചി വായിക്കും, പക്ഷെ ഇപ്പം കണ്ട മങ്ങല്, ഇതുവരെ മങ്ങല് കണ്ണാടി വെച്ചിട്ട് ഇപ്പം മങ്ങല്. അമ്മ എല്ലാരും അങ്ങ് തിരക്കുവാ. അമ്മച്ചിക്ക് സുഖമാണെന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. എല്ലാരോടും പറഞ്ഞേരം അമ്മച്ചി എല്ലാരെയും തിരക്കി എല്ലാവർക്കും
എല്ലാവർക്കും ഈസ്റ്റർ, വിഷു, റംസാൻ എല്ലാത്തിൻ്റെ ആശംസകളും പറഞ്ഞേര് തിരക്കുന്നവരോടല്ല. അമ്മച്ചെ കാണിച്ചിട്ട് കുറേ നാളായില്ലേ? അമ്മച്ചി ഉണ്ടെന്ന് പറ. അമ്മച്ചാൽ ആരോഗ്യത്തോടെ ഇരിക്കുകയല്ലേ? കുഴപ്പമൊന്നുമില്ല. പോയിട്ട് പിന്നെ വന്ന് ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്, ഇപ്പം കുഴപ്പമില്ല. ഇനിയും കുറേ ഈസ്റ്ററും കുറേ വിഷുവും ഒക്കെ വരുമ്പോൾ തോന്നുന്നു എന്തിനാ നീ ഇങ്ങനെ ഇട്ടേക്കുന്നു. പിന്നെ ഏതോ കാര്യങ്ങളൊക്കെ നടക്കാൻ എത്രയോ കൊച്ചുമക്കളൊക്കെ ഇരിക്കുക കെട്ടാനൊക്കെ, എത്രയോ മക്കളും കൊച്ചുമക്കളൊക്കെ ഇരിക്കില്ലേ കെട്ടാന്. എല്ലാവരും നീ കെട്ടാനും കെട്ടിക്കാനും നീ ഏതോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇളയ മോൻ്റെ മക്കളൊക്കെ നിൽക്കുന്നല്ലേ ഉള്ളു. അനു, അക്കു, ഡാനി, ജിനു ഒക്കെ കെട്ടാൻ നിൽക്കുക. അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഫോൺ ചെയ്തെങ്കിലേ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒന്ന് വിളിക്കും. അമ്മച്ചി സുഖമാണോ, പ്രാർത്ഥിക്കണേ അമ്മച്ചി. ഇന്നലെ രാവിലെ സോണിമോട് വിളിച്ച് അമ്മച്ചി വരുത്തില്ലയോ പറഞ്ഞു. മക്കളെ അവരെല്ലാം ഒന്ന് തിരിച്ചിട്ടുണ്ട്. അനീഷും എടുത്ത് ഇന്ന് അമ്മച്ചി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു മക്കളെ എല്ലാത്തിനും വേണ്ടി അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എത്ര ചെറുമക്കളായി ഇപ്പം? അമ്മച്ചി 13 ചെറുമക്കളുണ്ട്. കൊച്ചുമക്കള് 13. അതിൻ്റെ കുഞ്ഞു മക്കള് 3, 2, 3, 4 അല്ല 6 പേരായില്ലേ? അല്ലേ? സനയുണ്ട് 7 പേരായി. ജിബിന്റെ കൊച്ചുമായില്ലേ? സിജിക്ക് 3, ശോഭിക്ക് 2. അത് തന്നെ. 6, ജിബിന്റെ 7 മക്കൾ. 13 ചെറുമക്കളല്ലേ? അതല്ല, 13 കൊച്ചുമക്കളും 7 ചെറുമക്കളുമായി. പണ്ട് തിരുമേന് ഗബ്രിയേൽ തിരുമേനെ അപ്പച്ചൻ്റെ ഏതോ കാര്യത്തിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഇതിന് കൊച്ചുങ്ങളെല്ലാം വന്നെ. അമ്മച്ചിക്ക് എന്താ വേണം, എത്ര കൊച്ചുമക്കളുണ്ട്? ഞാൻ പറഞ്ഞത് തിരുമേനി 13 കൊച്ചുമക്കളുണ്ട്. ഭാഗ്യവതിയുണ്ട്. ഇതൊക്കെ കാണാൻ ദൈവം. അമ്മയ്ക്ക് 6 മക്കളാണ്. 6 മക്കൾക്കൂടെ 6, 2, 12. മൂത്ത ചേച്ചിക്ക് മാത്രം ഒരാൾ അധികമുണ്ട്. അങ്ങനെ 13 പേര്. എണ്ണാൻ എളുപ്പമുണ്ട്. എറണാകുളത്തൊക്കെ കറങ്ങും. കറക്കമൊക്കെ ഉണ്ട് രാത്രിയിൽ അന്നേരം കേട്ടോ. ഇവനെ ഒരു സമ്മതിച്ച് ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. അവനെ മെട്രോയിലൊക്കെ ഒന്ന് കയറ്റി എല്ലാവരുടെയും വീട്ടിൽ 2 ദിവസം താമസിപ്പിച്ച്. ഇപ്പം തിരുവനന്തപുരത്ത് വന്നപ്പോൾ സുഖമായി പോരാ. വാമയങ്ങളോട് വരുന്നുണ്ടെന്ന് കേട്ടോ. ആൻറ്റി ഉണ്ട്. ഇന്നലെ ഞാൻ ഓർത്ത ദൈവമേ, തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും എൻ്റെ കുഞ്ഞുണ്ടായതുകൊണ്ട് ഒരു കാര്യമായിരുന്നു. ആര്? ജയനുണ്ടായോണ്ടേ ഞാൻ ഇന്നലെ രാത്രിയിലും കിടന്നുകൊണ്ട് ഓർത്ത്. ഇപ്പം വാമയങ്ങളിന് എൻ്റെ ആങ്ങളയ്ക്ക് ഇപ്പം നണ്ട ഇപ്പം ഈ ഒരാട് മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെ പശുവും ഇഷ്ടംപോലെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2 മാസം ചെനയാണ് ഈ ആട്. അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾ പ്രസവത്തോടുകൂടി മരിച്ചു പോയായിരുന്നു. നല്ല പാലൊക്കെ ഉണ്ട്. എന്താക്കളെ എന്തോ നോക്കുന്നേ? അറിയുമോ? അറിയോടി നീ? അപ്പം കൈസർ ഇവിടെ നിൽപ്പുണ്ട്. കൈസറേ, ഡാ നിനക്ക് വല്ലതും തന്നാ? ഡാ എന്തുവാടാ ടൈഗറേ? പട്ടികൾക്കെല്ലാം ചൂടാന്ന് തോന്നുന്നു കേട്ടോ. അവരൊക്കെ തളർന്ന് കിടക്കുക. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. മനുഷ്യനും ചൂട് കൂടുതൽ, മൃഗങ്ങൾക്കും ചൂട് കൂടുതൽ. ഇപ്പം കണ്ടോ അവൻ്റെ തൊട്ടപ്പുറത്താണ്ടോ കമ്പിളിയാസ് നിൽക്കുന്നുണ്ടോ? കുറേ പിടിച്ചിട്ടുണ്ട്. അവന് നല്ല തണലുണ്ട്, അതിൻ്റെ മൂട്ടിൽ കിടക്കുന്നുണ്ട്. എന്താ അമ്മ പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇനി എന്തോ പറയാൻ, നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ എല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞിനെ പിന്നെ
പെട്ടെന്ന് ജോലി ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ മറന്നുപോയി. ഓ വേറെ അങ്ങ് മറന്നുപോയെന്ന് അമ്മ പറയുന്നത്. മറന്നുപോടി നീ? ഇല്ല, ഞാൻ അവരുടെ ഇങ്ങോട്ട് വരാം, നമുക്കൊന്ന് അമ്മച്ചിയെ പോയി കണ്ടിട്ട് വരാം. എറണാകുളത്ത് വെച്ച് പറഞ്ഞോണ്ടാ വന്ന് അമ്മച്ചിയെ കാണാൻ പോണോന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ വന്നത്. അപ്പച്ചന്റെ ഓർമ്മയ്ക്കോ വരാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മച്ചി ഇപ്രാവശ്യങ്ങളും പോയി കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ആരും മറക്കത്തില്ല, അമ്മച്ചി ആരെയും മറക്കത്തില്ല. എപ്പോഴും എല്ലാവരെയും ഇങ്ങനെ ഓർത്തോണ്ട് കിടക്കും. കൂടിയിരിക്കുന്നെങ്കിലും എല്ലായിടവും സവാരിയുണ്ട്, എല്ലായിടവും യാത്ര. ഇങ്ങനെ മക്കളുടെ അടുത്തും കൊച്ചുമക്കളുടെ അടുത്തും ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. കറങ്ങിയല്ല എല്ലാവരുടെ കാര്യം എല്ലായിടവും അമ്മയ്ക്ക്. നമ്മുടെ മായിമാരുടെ മക്കളൊക്കെ എല്ലാവരും പോയി. എല്ലാരും കാണുമ്പോഴത്തേക്ക് അമ്മച്ചിന്റെ പാതി അസുഖം മാറിയ ജയല് എത്ര വയ്യാന്ന് പറഞ്ഞാല്. എത്ര പേരാ കുർബാനയ്ക്ക് എന്നെ പള്ളിയിൽ ചെന്നപ്പോൾ വേറെ ഒരു സെറ്റുകാരാണ് എല്ലാം കൂടി ഞാൻ അടുത്ത് ഓടി തന്നെ. ഇപ്പം ഞാൻ അമ്മച്ചി പോകുന്നില്ലല്ലോ പള്ളിയിലും പ്രാർത്ഥനയ്ക്കും പോകുന്നില്ലല്ലോ. മറ്റേ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ അമ്മച്ചി അമ്മച്ചി വേണം മുമ്പേ ഒരു വാക്ക് പറയാനും. അങ്ങനെയൊക്കെ എല്ലാവർക്കും അതിൻ്റേതായ ഒരു സ്നേഹവും ഉണ്ട്. എല്ലാവരും കൂടെ വരികയും ചെയ്ത് കാണാനും. അമ്മ ഇപ്പം കൊണ്ട് വരുന്നോ? കൊണ്ടുപോയിട്ട് പോയാലോ? ഇല്ല മക്കളെ, എറണാകുളത്ത് വാങ്ങി നമുക്ക് മെട്രോയിലൊക്കെ കയറിയിട്ട് വരാം കേട്ടോ. എന്നാലാവട്ടെ മക്കളുടെ മക്കളെ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ വന്ന് മെട്രോയിലൊക്കെ പോയി കാണാൻ പറ്റി. നമ്മുടെ കൊച്ചുങ്ങളെ എല്ലാവരും ഒന്ന് കറങ്ങി. ഇപ്പം എല്ലാവരും ഉണ്ടല്ലേ, ജോയിമോനുണ്ട്, സൂര്യനുണ്ട്, എൻ്റെ കൊച്ചുങ്ങളുണ്ട്. എത്ര വീടുണ്ട് ഇപ്പം. എവിടെ ചെന്നാലും ഉണ്ടല്ലേ, ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ട്. നീ ഞങ്ങൾ ഇറങ്ങട്ടോ അമ്മേ? തിരുവനന്തപുരത്ത് ചോറുണ്ടിട്ട് പോവാം. ഇപ്പം എല്ലാം അവിടെ ആക്കി വെച്ചേക്കുന്നമ്മ. ഇച്ചിരി വൈകുന്നേരം ആകുമ്പോഴത്തേവരെല്ലാം ഉള്ള കറിയും കൂട്ടി ഇച്ചിരിച്ച് കൈ നനച്ചിട്ട് പോവാം. പിന്നെ തിരുവനന്തപുരത്ത് ചെന്നാലുണ്ട്, എറണാകുളത്ത് ചെന്നാലുണ്ട്, ഏത് നാട്ടിൽ ചെന്നാലും ആൾക്കാരുണ്ട്. നമ്മുടെ തിരുവനന്തപുരം, ഡൽഹി, തൃശ്ശൂർ, കൊച്ചുമക്കളും എല്ലായിടവും ഉണ്ട്. എവിടെ ഇല്ലാത്ത മാവിയുടെ മക്കളും എല്ലായിടവും ഉണ്ട്. ലോകം മുട്ട നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുത്തെ വലിയ ഞങ്ങൾ ഇറങ്ങട്ടെ? ഇവർക്കേ എറണാകുളത്ത് പറ്റണം, അടൂർ ചെന്നിട്ട് അച്ഛന് തിരുവനന്തപുരത്ത് പോകണം, നിന്ന് പോകണം, എബിന് എറണാകുളത്ത് പോകണം. ഉള്ള ഇച്ചിരിത്തെ കൊച്ചുങ്ങൾ വന്നിട്ട് ഒന്നും കൊടുത്തില്ല. ഇച്ചിരിത്തെ ഒന്ന് കൈ നനച്ചിട്ട് ബാക്കി അവിടെ ചെന്ന് കഴിക്കാം. പിന്നെ പറക്കൂട്ടുണ്ടെന്ന് കഴിക്കണ്ടായോ? അമ്മ എല്ലാവരും തിരക്കെന്ന് പറഞ്ഞേര്. അമ്മ തിരക്കുന്ന എല്ലാവരെയും അമ്മ തിരക്കെന്ന് പറഞ്ഞേര്. അമ്മയുടെ അന്വേഷണം പറ. അങ്ങനെ അമ്മച്ചയെ തിരക്കുന്നവർ എല്ലാവരും ഞാൻ എൻ്റെ സ്നേഹ അന്വേഷണം പറഞ്ഞേര്. ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി വിഷു, ഹാപ്പി റംസാന്. ഇതെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം ഒന്നിച്ചാ വന്നേക്കുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കാണാനും കുഞ്ഞുങ്ങളെല്ലാവരും ഈശ്വരന് വന്ന് എല്ലാവരെയും കണ്ട് വരാനൊക്കെ തിളർന്നു വിചാരിച്ച മക്കളും വന്ന് എല്ലാവരെയും കണ്ട് കേട്ട് ഇനി എന്താ വേണം? ഇത്രയും സന്തോഷം പോരെ. 81ാമത്തെ വയസ്സിലും ഇത്രയൊക്കെ കാണാനും കേൾക്കാനും കാക്കാനും കൈനീട്ടം വല്ലതും ഉണ്ടോ? കൈനീട്ടം വല്ലതും ഉണ്ടോന്ന്? കൈനീട്ടം ഇളയ മോക്ക് വല്ലതും ഉണ്ടേ താ. ഇളയ മോക്ക് മോൾ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലയോ? മോക്ക് വേണ്ടല്ലേ? മോൾ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലോ. എല്ലാവർക്കും വിഷു അന്നേരം ഞാൻ എപ്പോഴായാലും തന്നാൽ മതി. അന്നേരം ഞാൻ ഓർത്ത് അന്നേരം പിന്നെ ഇന്ന് തന്നാലും മതി. ഇന്നലെ പൊതിഞ്ഞു വെച്ചേക്കുന്നതേ ഇന്ന് തന്നാലും മതി. അയ്യോ, എന്നാലും അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്ത് കൊച്ചുമോന് കൊടുത്ത്
ഏത് കൊച്ചുമോന്? അക്കൂനെ. അക്കൂനോ? 2 കൊച്ചുമക്കളും കണ്ട് 3 പേര് വന്നിട്ടുണ്ട്. 3 പേരുണ്ട്. വിഷു കഴിഞ്ഞു പോയി. ഇനി കൈനീട്ടം പറഞ്ഞു. അമ്മ എടുത്തോണ്ട് വരട്ടോ? വേണ്ട. കൈനീട്ടം അമ്മയെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു കൈനീട്ടം ഇല്ലയോ? അയ്യോ. ഇപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നതാണ്, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വന്നു, അമ്മയൊക്കെ കണ്ടു. വളരെ സന്തോഷം. അമ്മ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. വയ്യാതൊക്കെ ഇരുന്നാലും മക്കളെയും കൊച്ചുമക്കളെയും കാണുമ്പോൾ അമ്മ നല്ല ഉഷാറാവും, ഇല്ലേ അമ്മേ? അപ്പം ഞങ്ങൾക്കിനി പോകാനുള്ള സമയമായി. ഇവർക്ക് ഇനി എറണാകുളത്തൊക്കെ പറ്റണം, ഇവന് പോകണം, പപ്പയ്ക്ക് ഇനി ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ബൈ. ബൈ എടുത്ത് എല്ലാവർക്കും ബൈ പറയുമ്പോ ബൈ.